കലബിലെ ക്രിയേറ്റീവിന്റെ പുതിയൊരു സെഗ്മെന്റിന്റെ തുടക്കമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാലും ഞങ്ങൾ പുതിയൊരു സെഗ്മെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. 2007 റിലീസ് ചെയ്യപ്പെട്ടപ്പോ ഉണ്ടായ ഒരു ക്ലാഷിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പറയാൻ തോന്നുന്നത്. 2007 വിഷു റിലീസുകളായിരുന്നു ഈ 3 ക്ലാഷ് ഓഫ് ടൈറ്റൻസിന്റെ 3 സിനിമകളും വന്നിട്ടുണ്ടായിരുന്നു. അതില് ആദ്യം വന്ന സിനിമ വിനോദയാത്ര ഏപ്രിൽ 6 വന്നിട്ടുണ്ടായിരുന്നത്. 2007 സിനിമ സത്യനാന്തിക്കാട് ദിലീപ് കോമ്പോയിൽ വന്ന് ഫസ്റ്റ് ടൈം വന്നത്. സത്യനാന്തിക്കാട് സ്ക്രിപ്റ്റ് എഴുതുന്ന രസതന്ത്രത്തിന് ശേഷം സ്ക്രിപ്റ്റ് എഴുതുന്ന രാജ മ്യൂസിക് കാരണം അത്ര അടിപൊളി പാട്ടുകളായിരുന്നു. സിനിമ സത്യനാന്തിക്കാടിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാ സിനിമയത്ത് ഒരുപാട് സീൻസ് സ്റ്റാറ്റസ് ആയിട്ടും മ്യൂസിക് മീര ജാസ്മിൻ പറയുന്ന ഡയലോഗ്സും ഇപ്പൊ എല്ലാരും സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. ജീവിതത്തിന് എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെയുള്ള ഉത്തരവാദിത്തോടെ പെരുമാറണം എന്നുള്ളത്. അത് ദിലീപ് ആ ക്യാരക്ടർ റീബിൽഡ് ചെയ്യപ്പെട്ടിട്ട്, അതായത് അദ്ദേഹത്തിന്റെ കളിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് പിന്നെ ആ ക്യാരക്ടർ ക്യാരക്ടർ. അപ്പൊ അതില് പിന്നെയുള്ള ക്യാരക്ടേഴ്സ് നമ്മളിപ്പോ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ, ഇന്നസെന്റ്, മുരളി, മാംകോയ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് ഭയങ്കര റിപ്പീൽ വാല്യൂ ഉള്ള പടം. പിന്നെ അത് ഇന്നസെന്റ് പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ, അത് പിന്നെ ഗണപതിയുടെ ഫസ്റ്റ് ഫിലിമാണോ അത്? അത് ഗണപതിയുടെ അച്ഛൻ ഈ സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ സെറ്റൊക്കെ നടന്ന് ആ ബാലതാരമായിട്ട് ഇപ്പൊ ചിത്രശലഭങ്ങളിലൂടെ ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വന്ന പടമാണ്. ഭയങ്കരമായിട്ട് നോട്ടീസ് ഈ സിനിമ തുടങ്ങിയ സമയത്ത് നീരാജന് പകരം വേറൊരു നായികനെ വെച്ച് ഷൂട്ട് ചെയ്ത് കുറച്ച്, പിന്നെ അത് ഒന്നും നടക്കാത്ത നീരാജനെ ഷൂട്ട് ചെയ്ത് പേര് പറഞ്ഞില്ല. അതേമാതിരി അടുത്ത ക്ലാഷിൽ വന്ന അടുത്ത സിനിമ ചോട്ടാബോംബെ തന്നെ. അടുത്ത ദിവസം ചോട്ടാബോംബെ ഇട്ടു. ചോട്ടാബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൻവർ റഷീദിന്റെ സിനിമ. അൻവർ റഷീദിന്റെ സിനിമ ബെന്നി പി നായരമ്പലായിരുന്നു സ്ക്രിപ്റ്റ്. ഈ കല്യാണം കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഭയങ്കര കോമിക്കലായിട്ട്, അതായത് മോഹൻലാലിനെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇപ്പോഴും നമ്മള് അതുപോലത്തെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇപ്പോഴും. പിന്നെ പവർഫുൾ ആയിട്ടൊരു വില്ലൻ കലാഭവന്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു പല സിനിമകൾക്ക് വലിയേട്ടം തുടങ്ങിയിട്ടുള്ള സിനിമകൾ, ഇപ്പൊ ജെമിനിയൊക്കെ വില്ലനായിട്ട് മുമ്പൊരു മലയാളത്തില് ഒരു സൂപ്പർ താരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫുൾ വില്ലനായിട്ട് അഭിനയിച്ച സിനിമയാണ്. പക്ഷെ ആ സിനിമയിലൊക്കെ പറയുമ്പോ അതിൽ ഇച്ചിരി കോമഡി കലർന്നിട്ടുള്ള വില്ലനാണ്. ഇത് പക്ക വില്ലനാണ്. അതെ, ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗ്സ്, ഡയലോഗ്സ്, അതേമാതിരി തന്നെ അതിൽ വിനായകൻ റോൾ, കലാഭവന്റെ അനിയനായിട്ട് വന്നില്ലേ, ആ വിനായകൻ കലാഭവനി കോംബോ പിന്നീട് നമ്മൾ ഒരുപാട് വൈകിട്ട് നമ്മളെ അമൽനീലതിന്റെ ബാസ്റ്റേഴ്സ് പാർട്ടിയിലൊക്കെ കാണുന്നത്. അപ്പൊ ആ കോംബോ ഭയങ്കര രസമായിരുന്നു. മോഹൻലാല് ടീമായിരുന്നു. മുള്ളൻ ചന്ദ്രനായിട്ട്, പിന്നെ നമ്മളുടെ സൈനുമായിട്ട് മണിക്കുട്ടൻ, വിജിക്കുട്ടൻ സിനിമയിലുണ്ട്. വിജിക്കുട്ടൻ, പിന്നെ നമ്മുടെ ഒരാളുണ്ട് രാജൻ പി രാജൻ പി ദേവും സായികുമാറും. അതില് ഇപ്പോഴും നമ്മള് രാജൻ പി ദേവ് എന്താ പറയാ വെള്ളടിച്ച് അറുമ്പുണ്ടാക്കുന്ന സീനിൽ മോഹൻലാൽ അങ്ങോട്ട് തിരിച്ച് ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജൻ പി ദേവ് അവസാന ഘട്ടത്തിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഒരു വെള്ള തൂവാലയോ അല്ലെങ്കിൽ ലൈറ്റോ കാണിച്ചിട്ട് ഇവിടെ ആള് നിൽക്കുന്നുള്ള തരത്തില് നോക്കിയിട്ട് അഭിനയിക്കാനൊക്കെ പറഞ്ഞു. അതൊന്നും നമുക്കത് പാമ്പ് എന്നുള്ളത് നമുക്ക് കലാഭവന്റെ അമ്മയായിട്ട് വരുന്ന സ്ത്രീ നമ്മുടെ മുകേഷിന്റെ അമ്മ, അവര് കലക്കിയിട്ടേ അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ചെയ്യുന്നുണ്ടല്ലോ. ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് അവരില്ലെങ്കിൽ. അതുപോലത്തെ എടുത്തു വന്നൊരു സാധനമാണ് കൊച്ചിനെ നീഫ. പ്രശ്നം മൊത്തം ആളാ വണ്ടിന്ന് നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ മോഹൻലാൽ തന്നെ അതിങ്ങനെ നരേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതായത് ഇപ്പോ നമ്മളുടെ
മുള്ളൻ ചന്ദ്രപ്പൻ എന്നുള്ള ക്യാരക്ടർ, സൈമന്റെ ക്യാരക്ടർ, പിന്നെ നമ്മുടെ പടക്കം പെട്ടി എന്ന് പറയുമ്പോൾ മോട്ടൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ കൈ ഇങ്ങനെ നാരായണൻകുട്ടീനെ അടിക്കണത്. നാരായണൻകുട്ടിയെ പിടിച്ചിട്ട് അത്. അപ്പോ പിന്നെ രാഹുൽ രാജിന്റെ മ്യൂസിക് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ തലാന്നുള്ള പാട്ടുണ്ട് ഉൾപ്പെടെ. ഇപ്പോ ന്യൂ ഇയർ ഫുൾ ടൈമിലൊക്കെ ഒരു സെലിബ്രേഷൻ സോങ് ആയിട്ടാണ് വാസ്കോഡ ഗാമ എന്നുള്ള പാട്ട്. ഈ തലാന്നുള്ള പാട്ടിന് വേറൊരു, അതായത് അത് ശരിക്കും ആ നായകനെ പുകഴ്ത്തി പറയണതാണെന്നുണ്ടെങ്കിലും അതിലത്തെ വരികൾ ഭയങ്കര രസമാണ്. അതായത് അത് അന്നത്തെ അന്നത്തിനായി ഓടുന്നി എന്നുള്ള തരത്തിലാണ് നായകനെ പറയുന്നത്. അല്ലാതെ അയാള് ധ്യാനന്ദയ നരസിംഹം അല്ല, അയാൾ അന്നത്തെ അന്നത്തിനായിട്ട് ഓടുന്നുള്ള ആളാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും. പിന്നെ ഭാവനയുടെ മറക്കും ലത ക്യാരക്ടർ, ഭാവനയുടെ ഇൻട്രോ കാണിക്കുന്ന സീനുണ്ട്, 2 കുട എടുത്തിട്ട് ഇങ്ങനെ അത് ഭയങ്കര അതായത് ചോട്ടോമ്പെ എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് ഇത്ര അത് കാണാൻ ആഗ്രഹമുള്ളത് അതിന്റെ കോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സിനിമ പഴനിരാജ് അതേമാതിരി അനലർസ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. ഈ ക്ലാഷില് 3ാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അത് വിജയരാഘവൻ പറഞ്ഞ പോലെ തന്നെ പറയണം. അത് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള കൾട്ട് ഫോളോയിങ് ഉള്ള ഏപ്രിൽ 14 അതെ ഇറങ്ങിയ സമയത്ത് ബിഗ് ബി എന്നുള്ള അമൽ നീരദിന്റെ ഡെബ്യൂ ഫിലിം. അതായത് ഇറങ്ങിയ സമയത്ത് സ്റ്റോൺ ഫേസ് ആക്ടിംഗ് എന്നൊക്കെയാണ് നമ്മുടെ ആക്ടിങ്ങിനെ പറ്റി പറയേണ്ടത്. കരയില്ല, ചിരിക്കില്ല എന്നുള്ളൊരു ടൈപ്പ് ആള്. അദ്ദേഹത്തിന് അനിയൻ കരയുമ്പോഴും അനിയൻ മരിക്കുമ്പോ എടുത്തു പറഞ്ഞ സാധനങ്ങൾ. അമൽ നീരദ് ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫർ പടം മമ്മൂട്ടി തന്നെയാണ്, ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോ അമൽ നീരദ് പിന്നെ രാംഗോപാൽ നമ്മുടെ ജെയിംസ് പോലുള്ള സിനിമ, പിന്നെ ശിവ പോലുള്ള സിനിമയിലൊക്കെ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഫോർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ മാർക്ക് വാൾബർഗിന്റെ ഒരു ഫിലിമിന് ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പടമാണ് ബിഗ് ബി. ബിഗ് ബിയില് കൂടെ അഭിനയിച്ച ആൾക്കാർ മനോജ് കേജൻ, ബാല, പിന്നെ സുമിത്ത്, അപ്പോ പിന്നെ വില്ലൻ ഷെർബീറിന് അന്ന് ആർക്കും അങ്ങനെ വലിയ പരിചയമില്ല. കാരണം അമൽ നീരദിന് വർക്ക് ചെയ്ത ജെയിംസിൽ ഷെർബീർ ആയിരുന്നു വില്ലനായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു വില്ലൻ. പിന്നെ നമ്മളെ ഓർദ്ദേപ്പിളത്തെ പത്മകുമാർ അതിലൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓർദ്ദേപ്പിൾ 4 ആ ബോക്സിംഗ് ഷെഫീഖ് എന്ന് പറഞ്ഞാൽ. വിനായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആദ്യമായിട്ട് എന്റെ ഒരു പോസ്റ്റർ വരുന്നത് ബിഗ് ബിയിലാണ് എന്ന് പറഞ്ഞത്. സിനിമയിൽ എടുത്തു പറയുന്ന 2 സാധനങ്ങൾ, ഒന്ന് സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതില് സിനിമാറ്റോഗ്രാഫി പറയാനുമാണ് സമീർ താരിന്റെ ഫസ്റ്റ് പടം. സമീർ താരിന്റെ ഡെബ്യൂ ആണ്. ഇപ്പൊ അമൽ നീരദ് വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അൽഫോൺസ് ജോസഫ് ആയിരുന്നു മ്യൂസിക് സിനിമയുടെയെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപി സുന്ദറിന്റെ അത് 2ാമത്തെ പടമാണ്. നോട്ട്ബുക്ക് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന പടം. അപ്പൊ അതിലെ പല മ്യൂസിക്കും ഇപ്പോഴും ഭയങ്കര ഫേമസ് ആണ്. അതേമാതിരി ഫൈറ്റ് സീൻസ് അനലാർഷായിരുന്നു. 3 സിനിമകൾ ക്ലാഷ് വന്നപ്പോ ചോട്ടാ മുംബൈ ഇറങ്ങിയൊരു സൂപ്പർ ഹിറ്റ് ഫിലിം ആവുമ്പോ ചോട്ടാ മുംബൈന് ഭയങ്കര ശക്തരായിട്ടുള്ള എതിരാളികളും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ആ സമയത്ത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് ചോട്ടാ മുംബൈ വന്നെങ്കിലും ലോങ് തിയറിറ്റിക്കൽ റണ്ണിൽ വിനോദയാത്ര കുറച്ചും കൂടി ജനപ്രീതിക്ക് വരും. പക്ഷെ ആ ചോട്ടാ മുംബൈ റിലീസ് ചെയ്യാന്ന് പറയുമ്പോ ചോട്ടാ മുംബൈ ഒപ്പം നേരിട്ട ആൾക്കാരെ പറ്റിയിട്ടുള്ള സംഗതി ഭയങ്കര രസകരമായിട്ട് ആലോചിക്കാൻ പറ്റുന്നത്. എന്തായാലും നമ്മുടെ ദേവദൂതനിൽ ചെയ്തമാതിരി ചേരുന്നതിന്റെ പ്രാർത്ഥന. കാരണം ഒരു സീനും കട്ട് ചെയ്യും, ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പാക്കേജ് പിന്നെ സോങ്സ് ഉൾപ്പെടെ ഒരു ടൈറ്റിൽ കാർഡ് കൂടി പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ പുതിയ ടൈറ്റിലും കൂടി ഉണ്ടാവും. അത് മണിയമ്പിള്ള രാജു അത് ഡോൾബി അറ്റ്മോസ് മിക്സിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് മോഹൻലാലിന് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് 18 വർഷത്തിന് ശേഷം റിലീസ് വരുന്നത്. 18 വർഷം എന്ന് പറയുമ്പോ ആ സിനിമ രസകരമായിട്ടുള്ള അനുഭവമായി മാറട്ടെ.